എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നാഗാദേവി, നാഗാശൈലന്തി ദേവിയെ കുറിച്ചാണ്. തെറി കേൾക്കാൻ സമയമായി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രാക്ക് കേൾക്കാൻ സമയമായി. ഇത് രണ്ടും സംഭവിക്കും. പുള്ളിക്കാരത്തി ഇത് പറയുമ്പോൾ വേറൊരു കാര്യം പറയണം. ഞങ്ങളൊക്കെ ചാനൽ തുടങ്ങിയ കാലത്താണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി ഒരു 5-6 വർഷമൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ആ ഒരു കാലത്ത് പുള്ളിക്കാരത്തിയുടെ കൂടെ ഒരു ഹസ്ബൻഡ് ലിവിങ് ടൂതർ ആയിരുന്നു തോന്നുന്നു. ഹസ്ബൻഡ് അല്ല, അങ്ങനെ താമസിച്ചിരുന്നു. അയാൾക്ക് വൈഫൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ ഇട്ടേച്ച് പോകുന്ന എന്താണേലും അയാളെ കുറിച്ച് അറിയാവുന്നവർ ഇവര് നടത്തുന്ന ലൈവിൽ വരും. അപ്പൊ അവരതും ഇതൊക്കെ എഴുതിയിടും ലൈവിൽ. അപ്പൊ ഇയാളാണേലും പൂര തെറിപ്പാട്ട്, നാഗാദേവി ആണേലും തെറിപ്പാട്ട്. അങ്ങനെ അതെടുത്തിട്ട് റിയാക്ട് ചെയ്ത ആൾക്കാരുണ്ടാകുന്നത്തെ കാലത്ത് അവർക്കെല്ലാം സ്ട്രൈക്ക് കൊടുക്കും, അവരെയൊക്കെ തെറി പറയും. അത് കഴിഞ്ഞാണ് ഇപ്പോഴത്തെ കുറച്ചു കാലം ഒരു രൂപമാറ്റം സംഭവിച്ച പോലെ അന്നത്തെ ആ എനർജി ഒന്നും ഇല്ലാതെ ഒരു മട്ടിലുള്ള പോക്കൊക്കെയാണ് പുള്ളിക്കാരത്തി ഇപ്പൊ പോകുന്നത്. അന്നും ഭയങ്കര ശക്തമായിട്ടാണ് തെറി വിളിക്കുക. കുറച്ചുകൂടെ ചെറുപ്പമാണല്ലോ, തെറിവിളിയുടെ മാറാട്ടായിരുന്നു. അപ്പൊ ഒരു 3-4 ചാനലുണ്ടെന്ന് തോന്നുന്നു. ഒരു ചാനലിൽ അന്ന് ഈ പറയുന്ന പോലെ ദേവിയായിട്ടിരുന്നിട്ട് തലക്കൂടെ എന്തൊക്കെ ഒഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 3-4-5 ചാനലുണ്ട്. അതെ, ഒരു ചാനലിൽ ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്നു, അതിൽ നിന്ന് ലൈവ് ഇടുന്നു. പിന്നെ അങ്ങനെ ആഹാരം പാചകം ചെയ്യുന്നതല്ല. അയാളെ ഇപ്പൊ കാണാനില്ല. തൊപ്പി വെട്ടൊരുക്കുന്നു വാവാ, അരിമുക്കൂടാമൊരുക്കുന്നു വാവാ, തൊപ്പി വെട്ടൊരുക്കുന്നു വാവാ, എന്റെ പൊന്നു വാവാ, താമര കണ്ണാ കുന്നു വാവാ. ഇപ്പൊ പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി കിട്ടിയപ്പോഴത്തേക്കിനും ഒരു പയ്യൻ ഒന്ന് പുള്ളിക്കാരിയെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നു. ദേവി എന്ന് പറയുമ്പോൾ ദേവി തെറി പറയാൻ പാടില്ല എന്നുള്ള ഒരു രീതി, ദൈവത്തിന് എന്തിനു പൈസ എന്നൊക്കെയുള്ള രീതി, ആഹാരം കഴിക്കാനൊക്കെ വേണ്ടിയാണ് പുള്ളിക്കാരത്തി ലൈവ് നടത്തുന്നത് പറയുന്നുണ്ട്. അതിനകത്ത് നാഗയുടെ ഭാഗത്തൊരു ന്യായമുണ്ട്. നാഗ പറയുന്നുണ്ട്, ഞാൻ ആരോടും ജീപ്പേ ഒന്നും കൊടുത്തിട്ട് തെണ്ടുകയല്ല ചെയ്യുന്നത്, ഞാൻ പടം വരച്ച് കൊടുക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ പൈസയാണ് ചോദിക്കുന്നത്, അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, അവനെ കൊണ്ട് പറ്റാതെ പോരാ. പുള്ളിക്കാരത്തേക്ക് ഇപ്പം ചെവി കേൾക്കത്തില്ല, കണ്ണ് കാണത്തില്ല, പല്ലാണ് കൊഴിഞ്ഞു തുടങ്ങി. നേരാണ്, പണ്ടുണ്ടായിരുന്ന ആ ആരോഗ്യമില്ല. ഇപ്പൊ പണ്ടുണ്ടായിരുന്ന നാഗയെ കാണുമ്പോൾ ഉള്ള രീതിയല്ല ഇപ്പം. വളരെ ക്ഷീണതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. മുഖമൊക്കെ വേറൊരു രീതിയിലായ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ വേറൊരു രീതി നോക്കിയാൽ നമ്മളിപ്പോൾ ഈ തെറി പറയുന്നതുകൊണ്ടാണ് പുള്ളിക്കാരത്തി എല്ലാവരും എടുത്തിട്ട് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. മറുസൈഡ് ഭയങ്കര സഹതാപം അറിയിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ദിവ്യ എന്നോ എങ്ങാണ്ടാണ് പുള്ളിക്കാരത്തിന്റെ പേര്. ഡിഗ്രി എങ്ങാണ്ടൊക്കെ പഠിച്ചതാണ്. ഈ ഡിപ്രഷനിലേക്ക് എത്തിയത് ആൾക്കാർ കമന്റ് ഇട്ടാണോ അതോ എവിടെയെങ്കിലും വായിച്ചതാണോ എന്താണെന്നറിയില്ല. എന്റെ തലയിലിരിക്കുന്ന സംഭവം, ഇവരുടെ വീട്ടിലോട്ട് പോകാൻ വഴിയില്ലായിരുന്നു. ആ വഴി അയൽവക്കംകാര് അങ്ങനെ കേട്ട് എവിടെയോ വായിച്ചറിഞ്ഞാന്ന് തോന്നുന്നു. അയൽവക്കംകാര് ഈ ഒരു കുട്ടിയോട്, കോളേജ് പഠിക്കുന്ന ഈ കുട്ടിയുമായിട്ട് വഴിക്ക് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു തോന്നുന്നു. ഇവരുടെ വീട്ടിലോട്ട് കയറാൻ വഴിയില്ലാന്ന്, വഴി കൊടുക്കാൻ മേലാണ്ട് നാട്ടുകാര് ഈ കുട്ടിയെ അങ്ങ് വല്ലാതെ കേസും വഴക്കും എല്ലാം ആയിട്ട് അങ്ങ് ഉപദ്രവിച്ച് പുള്ളിക്കാരത്തി മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വെച്ചാരെന്ന് പറയുന്ന ഒരു ഡിപ്രഷനിലേക്ക് അങ്ങനെ പോയതാണെന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ എന്തോ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും നോർമലായിട്ടുള്ള രീതിയല്ലല്ലോ പുള്ളിക്കാരത്തിക്ക്. ഇത്ര വേഗം എങ്ങനെയാണ് ചെവിയും കണ്ണും എല്ലാം കേടാവുന്നത് ഇത്ര ചെറുപ്പത്തിൽ? അതിന് മാത്രം എന്ത് പ്രായമായിരിക്കുന്നു. അപ്പൊ ആ ദിവ്യയായിട്ടുള്ള ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം എത്ര ഒരു നല്ല സുന്ദരിയായ പെണ്ണിൽ നിന്നാണ് ഈ ഒരവസ്ഥ. അപ്പൊ എന്തോ മാനസികമായിട്ട് ആൾക്കാരെല്ലാം കൂടെ ഉപദ്രവിച്ച് മാനസിക പ്രശ്നമുണ്ട്. അങ്ങനെ പിന്നെ ഈ കൂടി ഇയാളാണേലും തെറിയുടെ ഉസ്താദായിരുന്നു, ആ ഹസ്ബൻഡ് ആയിട്ടുള്ള അയാള്. പിന്നെ വലിയ കൂടുതൽ അധ്വാനിക്കാനുള്ള കാശില്ലാത്തതുകൊണ്ടായിരിക്കാം ദേവിയായിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനത്തെ ഒരു രീതി കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ തെറി പറയുന്നതിനോട് നമുക്ക് എന്ത് വന്നാലും യോജിക്കാൻ പറ്റില്ല. തെറി ഒഴികെ ബാക്കി എന്തെങ്കിലും ഈ പടമൊക്കെ വരച്ച് വിറ്റ് കാശുണ്ടാക്കുന്നൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ആര് ഒരു കമന്റ് പറഞ്ഞാലും, ആ പയ്യൻ ചോദിച്ചോളാം തന്നെ, ഒരു കമന്റ് പറഞ്ഞാലും അപ്പൊ തന്നെ ഈ തെറിയഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്ത് മോശമാണ്. അതേ ആ ചെറുക്കൻ ചോദിച്ചുള്ളൂ. പക്ഷെ അവിടെ നാഗ പുറത്തിറങ്ങിയിട്ട് ആ പയ്യൻ ചോദിച്ചപ്പോൾ നാഗ ശരിക്ക് ലൈവിലൊക്കെ ഇരുന്ന് തെറി പറയുന്നുള്ള, തെറി പറയാനേ നാഗയ്ക്ക് അറിയത്തുള്ളൂ. ചോദിക്കുന്ന ചോദ്യത്തിന്റെ കറക്റ്റായ പയർ എത്രയെന്ന് വെച്ചാൽ അരി ഞാഴി എന്ന് പറയുന്ന മറുപടിയാണ് നാഗ പറഞ്ഞത്. നാഗയ്ക്ക് കറക്റ്റായിട്ട് ആ പയ്യൻ ഉദ്ദേശിച്ചതിന്റെ ഒന്നും മറുപടി പറയാൻ പറ്റില്ല. നാഗയുടെ വായടപ്പിച്ച ആ പയ്യൻ, അതാണ് ഉണ്ടായത്. അല്ലാതെ സമയത്ത് അതേ ചോദ്യം ലൈവിലാ ചോദിക്കുന്നത്, നാഗ തെറി കൊണ്ട് അഭിഷേകം നടത്തും. ആ ചോദ്യം ഒന്ന് കേൾക്ക്. എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞ പൈസ ഗൂഗിൾ പേ പറയാ, ഗൂഗിൾ പേ നമ്പർ പറയുന്നത്. ദൈവത്തിന് എന്തിനു പൈസ, ദേവിക്ക് എന്തിനു പൈസ? ജീവിക്കാം. ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലെ? അതല്ല ബുദ്ധിയില്ലോ. മോൻ ദൈവത്തോട് ചോദിക്കൂ എന്ത് മോന്റെ ചോദ്യങ്ങൾ വാങ്ങിത്തരാനൊക്കെ. ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനീ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടണമല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം?
അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ല. ഉണ്ട്. അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? മിണ്ടാതിരുന്ന എനിക്കൊരു എന്റെ സംശയം അതാണ്, സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് അവരുടെ സംശയങ്ങൾ അവരൊന്ന് ചോദിച്ചു. ഓക്കെ അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതെ നിൽക്കണേ. അപ്പം എനിക്ക് ആരും വിശ്വാസമല്ല, അതാണ് സത്യം. ഇല്ല. അപ്പൊ അതല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. അതായത് ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട് എന്ത് ദൈവങ്ങളാണ്, വലിയ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോൾ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്? ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കണെന്നാ ഞാൻ ചോദിക്കണം. അതിന്റെ ആവശ്യം എന്താ? ആവശ്യമില്ലല്ലോ. മോനെ, എന്റെ ദൈവങ്ങളല്ലല്ലോ. എന്റെ പേര് നാഗ സൈരന്ദ്രി ദേവി. ഉണ്ടോ? ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലേ? അത് ഇഷ്ടമല്ല, ബുദ്ധി ഇല്ലോല്. ആദ്യം ദേവിയാണെന്ന് പറഞ്ഞത് ദേവിയാണ്. എന്റെ പേരാണ് കുട്ടി ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോ എന്ന് ചോദിച്ചത്. ദേവിയാണെന്ന് പറഞ്ഞു. ദേവിയിൽ ദേവി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ ദേവിയാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് അംഗീകരിക്കാം. കാരണം ധൈര്യസമയത്ത് അവൻ എഴുന്നേറ്റ് ഇരുന്ന് ചോദിക്കാനോ ആലോചിച്ചിരുന്ന കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. കാര്യമൊന്നുമില്ല, എന്നാലും അവന്റെ മുന്നിൽ മുട്ടുമടക്കുകയാണ് ചെയ്തത്. അവിടെ ഇവിടെ ഇല്ലാത്തുള്ള മറുപടിയൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. പിന്നെ ഇന്നലെ സീതള് ഇങ്ങനെ ഈ മലയാളികളുടെ ഒരു സങ്കല്പം, അതായത് ദേവിയാന്ന് പുള്ളിക്കാരത്തി പറയുകയും ഒരു സൈഡ് ദേവിയാന്ന് പറയും, ദേവിയുടെ സ്വഭാവം എന്താ, അല്ലെ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്താ, ഈ പയ്യൻ ചോദിച്ചോളെ തന്നെ അതെങ്ങനെയാണ് നമ്മുടെ ഒരു സങ്കല്പം, അതുമായിട്ട് ബന്ധമില്ലാതെ ഇങ്ങനെ മുഴുവൻ നേരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവി, അതെന്തു ദേവിയാ എന്നുള്ള രീതി സീതളും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ തെറി പറയുന്ന ആൾക്കാരെ ദേവിയായിട്ട് മലയാളികൾ അംഗീകരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഒരിത്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ദേവിയായിട്ടൊന്നും നാഗെ അംഗീകരിച്ചിട്ടൊന്നും ജനങ്ങൾ അംഗീകരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ തുപ്പി എറിയും തൂറി എറിയും എന്നൊക്കെ പറഞ്ഞ് ആ വാക്ക് സിനിമയിലെടുത്തപ്പം കുറച്ച് ഫെയിം കിട്ടിയെന്ന് മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല ദൈവമായിട്ടൊന്നും ഈ പുള്ളിക്കാരത്തെ നാഗെ അംഗീകരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നാഗ തന്നെ ദേവി സൈരന്തി ദേവി എന്ന് പേരിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇത് ഷബീന ബീവിയും സീതളുമാണ് എടുത്ത് വിമർശനം നടത്തിയത്. സീതളിന് നേരത്തെ എപ്പോഴോ പ്രാഗ് പണ്ടാരം അടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാഗും പുള്ളിക്കാരത്ത് നല്ലപോലെ പ്രാഗും. ഞങ്ങൾ ആ ചാനൽ തുടങ്ങിയ കാലത്ത് 1-2 പേര് റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഉള്ളവരത് ഇടാതെ വന്നത്. എന്താന്ന് വെച്ചാൽ ഭയങ്കര പ്രാഗും അത് പേടിച്ച് പിന്നെ ആരും റിയാക്ഷൻ ഇടുകയല്ലായിരുന്നു, അത്രയും പ്രാഗുമായിരുന്നു. പ്രാക്കിനെ പേടിയല്ലേ ആൾക്കാർക്ക്. അത് കഴിഞ്ഞിപ്പം ഷബീന ബീവി ഇട്ട റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടാണ്. അതിന്റെ മറുപടി വന്നിരുന്നു പറയുന്നുണ്ട് നാഗ ഇതിന്റെ അകത്ത് സ്റ്റാർട്ടിങ് പറയുന്നുണ്ട് തെറിത്താത്താന്ന്. ഈ നാഗ ഷഫീനെ കയറി തെറിത്താത്താന്ന് വിളിക്കണമെങ്കിൽ നാഗ തെറി പറയാത്ത ആളായിരിക്കണം. അപ്പം ഷഫീന ബീബിയെ പറയുന്ന ഒന്ന് കേൾക്കും. ദേവി എന്ന് ഷഫീന എവിടെയും ദൈവമാണെന്നൊന്നും പറയുന്നില്ല. ഇവര് ദൈവമാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെ ദേവിയാണെന്ന് കൂട്ടി വിളിക്കാൻ പറയുന്ന വ്യക്തിയാണ്. എന്നിട്ടിരുന്ന് പറയുന്ന വാചകം ഞാൻ മുഴുവൻ കേൾപ്പിക്കുന്നില്ല, അശ്ലീലം കൂടെ പറയുന്നുണ്ട്. അത് കേൾപ്പിക്കുന്നില്ല, തെറി കേൾപ്പിക്കാം. ഷെയർ ചെയ്ത് ഇത് അവിടെ പേരെന്തോ തെറി താത്താന്നാ അവരുടെ പേര്. തെറി പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന തെറി താത്തയെന്നാണ് അവളെ പേരിട്ട് വിളിക്കുന്നത്. തെണ്ടിച്ചി. എനിക്കറിയില്ല അവളുടെ പേര് തെറി താത്ത. വേറൊരു പേരുണ്ട് ഷബീന ബീബി. അവളത് ഷബീന ബീബി ഒന്നുമല്ല. ഇപ്പോൾ ഉള്ള നല്ല മിടുക്കികളായ പെൺകുട്ടികളുടെ എല്ലാം വായിലിരിക്കുന്ന എല്ലാ വഴക്കുകളും കേട്ട് ഒക്കെ കഴിയുന്ന ഒരു വികൃത ജന്മം. ഒരു മൈരത്തി തെറി താത്ത എന്ന് പറയുന്നത് നീ പിന്നെ എന്തുകൊണ്ട് കൂപ്പിച്ച് അവിടെ ഇരുന്ന് പറയുന്നത്? നീയും തെറി തന്നെയല്ലേ പറഞ്ഞ് കാശുണ്ടാക്കുന്നത്. നീ നാഗാദേവി അങ്ങ് വിടും കേട്ടോ. നീ എന്നോളം എത്താൻ നീ ഒന്നും ആയിട്ടില്ല മൈരത്തി, തെറി പുണ്ടച്ചി, തെറി താത്തച്ചി. നീ നാഗാദേവി വിട്ടുപിടിക്കുക. നീ കുറച്ച് നാൾ നാഗാദേവിയുടെ പിന്നാലെ ഒന്ന് നടന്നതാ, മുമ്പിൽ പോയി. നിനക്ക് ആരുടെയെല്ലാം വായിലിരിക്കുന്ന നീ കേൾക്കുന്നുണ്ട് പുണ്ടച്ചി, തെറി താത്ത, ഷെബീന ബീബി. നിന്റെ കൂതിയിലോട്ട് ഞാൻ വന്നോടി മൈലേ? ഇല്ല. ഈ പറ്റുന്നവർ അവളുടെ അണ്ണാക്കിലോട്ട് കൊണ്ടുവന്ന് ഇതൊന്ന് കേൾപ്പിക്കുക. എവിടെങ്കിലും ഇരുന്ന് നാഗാദേവിയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ടുണ്ടാക്കാൻ വരല മൈരത്തി. നീ മറ്റുള്ളവരെ നീ എന്തെങ്കിലുമൊക്കെ പറയാം, നാഗാദേവിയെ നീ ഉണ്ടാക്കാനായിട്ട് നീ വളർന്നിട്ടില്ല കേട്ടോ പുണ്ടേ. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോടി പൂറി ഇല്ല.
ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. നിന്നെ 10 തെറി പറഞ്ഞു. നീ കൂടുതൽ നീ ഉണ്ടാക്കാൻ വരരുത്. ഞാൻ മനുഷ്യ ലോകത്തു നിന്നും ഞാൻ വിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക. ഞാൻ എൻ്റെ നേരത്തെ നീ വരരുത്. പുണ്ടച്ചി പൂറി മോളെ ഷെവീത്താത്ത എന്ന് പറയുന്ന തെറിച്ച് പുണ്ടച്ചി വരരുത്, മേലാൽ വരരുത്. എന്നെ ഈ വിധം ആക്കിയത് നീയൊക്കെ തന്നെയാണ്. മീഡിയ വഴി ഓരോ നിമിഷവും എന്നെ കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുന്ന നിന്നെപ്പോലുള്ള അർവാണിച്ചുകളാണ്. ഇനി എനിക്കൊരു പരിസരം നോക്കാനില്ല. ഞാൻ ജനങ്ങളെ മുഴുവൻ അങ്ങ് ഇറക്കും, നിയമത്തെ മുഴുവൻ ഇറക്കും. ഞാനിവിടെ താണ്ഡവ നൃത്തമാടും. എനിക്ക് ആവശ്യത്തിന് എനിക്ക് വെളിയിലോട്ട് പോകണം. ഞാൻ വെളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒപ്പം ആൾ കൂടുന്നു. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിന്റെ 2 കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ. ഇത്രയൊക്കെ തെറി എന്ന് പറയുന്നുണ്ട്. ആൾക്കാർ ചോദിക്കുന്ന ഇതാണ്, ദൈവം എവിടെയാണ് തെറി പറയുന്നത്? ആത്മീയത പാലിക്കുന്നവർ തെറി പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നാഗ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരത്തി എങ്ങനെയും അധ്വാനിച്ച് ഒരു സൈഡിൽ കിടപ്പാവാണ്, ആരും ഇല്ലാത്തൊരു ആളാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും, അതറിയില്ല. എന്താണേലും ഒരു കാലത്ത് നാട്ടുകാരൊക്കെ ഉപദ്രവിച്ച് ഇപ്പോഴും ആരുമില്ല. ഈ പറയുന്ന ഒരു ഹസ്ബൻഡായിട്ടുണ്ടായിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം സ്വന്തമായിട്ട് കഴിയുന്നതാണ്. നമ്മളാരും അവരെ വിമർശിച്ച് അവരുടെ ഒരു കഞ്ഞി മുട്ടിക്കാനോ ഇതിനോ ഒന്നും നോക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ഒരു സാധാ ലെവലിൽ ഒരു കമന്റിന്റെ മറുപടി പറയുമോ എന്ന് ചോദിച്ചാൽ പോലും തെറി പറയും. അതാണ് ലൈവിലൊരു ഞാനിട്ട് എന്റെ കമന്റിന്റെ മറുപടി പറയുമെന്ന് ചോദിച്ചാൽ പോലും തെറി പറയും. അപ്പം അവരും ഈ എന്ത് വന്നാലും ഇത്രയധികം തെറി അങ്ങോട്ട് ഉപയോഗിക്കാതിരിക്കുന്നാല് ഇപ്പൊ ഈ പുള്ളിക്കാരത്തിന്റെ ചാനലിൽ ഏത് ഭാഗം എടുത്തിട്ടാലും സ്ട്രൈക്ക് തരും. അത് മറ്റൊരു സൈഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് പുള്ളിക്കാരത്ത്. പണ്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല, പണ്ട് ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഈ ഒരു രീതി കണ്ടപ്പം എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം സീതളൊക്കെ വളരെ മാന്യമായിട്ടിരുന്ന് സംസാരിക്കുന്നതാണ്. അവരെന്തിനോടെങ്കിലും അനുബന്ധിച്ചുള്ള കാര്യമായിട്ട് വളരെ വ്യക്തമായിട്ട് നന്നായിട്ടിരുന്നു മാന്യമായിട്ട് റിയാക്ഷൻ നടത്തുന്നത്. ആരെയും വ്യക്തിഹത്യ ഒന്നും ചെയ്യാത്ത ഒരു ഇതാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴത്തെ മലയാളികളുടെ ചിന്താഗതിയെക്കുറിച്ചാണ് അവർ കൂടുതലും പറയുന്നത്. അപ്പൊ പക്ഷെ എന്ത് പറഞ്ഞാലും നായക്ക് അങ്ങനെയൊന്നും മനസ്സിലാവില്ല. എല്ലാരെയും തെറിയ പറഞ്ഞ് വാ അടപ്പിക്കാം എന്നുള്ളൊരു മിഥ്യാധാരണയുടെ പുറത്താണ് നാഗ ജീവിച്ചിരിക്കുന്നത്. അതായത് ആരും എന്തു വന്നു പറഞ്ഞാലും അവരെ പക്ഷെ അറിവില്ലായില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പയ്യൻ ചോദിച്ചപ്പോൾ പൊതുവെ ആണെങ്കിൽ ആ പയ്യൻ തെറി കൊണ്ട് മൂട്ടയുണ്ടായിരുന്നു. പക്ഷെ ആ പയ്യനെ തെറി പറഞ്ഞില്ല. മാന്യത കീപ്പ് ചെയ്യണമെന്നറിയാം. ആ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ പയ്യൻ ജസ്റ്റ് മിസ്സിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രക്ഷപ്പെട്ടു. അത്രയേ ഉള്ളൂ. അല്ലെ തെറിയ വിഷയം കിട്ടിയേനെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.